അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ സിനഗോഗിൽ ഉണ്ടായിരുന്നു. യേശു തമ്പുരാൻ അവനെ ശാസിക്കുകയാണ്. ലൂക്കയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ് ഇവ കാണുന്നത്. 35-ാം വാക്യം. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ട ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണ് ഇത്. ഇത് തന്നെ എനിക്കും പറയാനുള്ളത്. എന്തൊരു വചനമാണിത്. ഇക്കാലമത്രയും ഒരുവനെ വട്ടമിട്ട് ആക്രമിച്ചിരുന്ന പിശാച് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ തലവര മുഴുവൻ മാറ്റിയിരുന്ന പിശാച്, സന്തോഷവും നന്മയും അനുഗ്രഹങ്ങളും അവൻ്റെ ജീവിതത്തിൽ ചോർത്തിക്കളഞ്ഞ പിശാച്, ഇനി ജീവിതം ഉയരില്ല എന്ന് തീർപ്പ് കൽപ്പിച്ചിരുന്ന ജീവിതത്തിൽ സ്വർഗം എന്നത്തേക്കുമായി ഒരു പരിഹാരമുണ്ടാക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൽ നിന്നും പിശാചിനെ ആട്ടിപ്പായിക്കുകയാണ്. സ്വർഗത്തിൻ്റെ വചനത്തിൻ്റെ ആഴം, അതിൻ്റെ വില നമ്മൾ തിരിച്ചറിയണം. ഒരു വാക്കുച്ചരിച്ചാൽ സ്വർഗത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലെത്തും. സ്വർഗം പറയുകയാണ്, അവനെ വിട്ടേക്ക്, മിണ്ടരുത്, ഇറങ്ങിപ്പോകാൻ സ്വർഗം കൽപ്പിക്കുകയാണ്. വ്യത്യാസം അവിടെ ഉണ്ടാകുകയാണ്. ഒരു വചനം ഉച്ചരിക്കുമ്പോൾ ഇത് തന്നെ സംഭവിക്കും. വചനത്തിൻ്റെ പവർ, അതാ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. ഈ വചനം പറയുമ്പോൾ ഡെലിവറൻസ് സംഭവിക്കും. വചനം പറയുമ്പോൾ വിടുതൽ സംഭവിക്കും. നീ ആവർത്തിച്ച് ഈ വചനം ഒന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ച് നോക്കിക്കേ. നിന്റെ ഭവനത്തിൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ വിടുതൽ നിനക്ക് കാണാനായിട്ട് പറ്റും. ആവർത്തിച്ച് ഈ വചനം പറഞ്ഞു നോക്കിക്കേ. പിശാച് നേരെ ആട്ടിപ്പായിക്ക് നിന്റെ ജീവിതത്തിൽ ഡെലിവറൻസ് യേശു നാമത്തിൽ നടക്കുന്നതായി കാണാൻ പറ്റും. ദാറ്റ് ഈസ് എ പവർ ഓഫ് വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ വില കുറച്ച് കാണരുത്. ആട്ടിപ്പായിക്കാൻ, ജീവിതത്തിൻ്റെ തലവര മാറ്റാൻ കെൽപ്പുള്ള വചനം നിന്റെ ജീവിതത്തിലേക്ക് വേരോട്ടം ലഭിക്കട്ടെ. ആമേൻ.